ഹലോ, ഇന്നൊരു അവിയലിൻ്റെ റെസിപ്പിയാണ്. സദ്യേൻ്റെ കൂടെയെല്ലാം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയല്ലേ ഈ അവിയൽ, കൂട്ടുകറിയെല്ലാം. കൂട്ടുകറീൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നല്ല അടിപൊളിയായിട്ടുള്ള അവിയൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ട പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം പച്ചക്കായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു വെള്ളരിക്കേൻ്റെ ചെറിയൊരു പീസ് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ക്യാരറ്റ്, മീഡിയം വലുപ്പമുള്ള 1.5 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പടവലങ്ങ ഒരു പകുതി എടുത്തിട്ടുണ്ട്, അതും നീളത്തിൽ അരിഞ്ഞിട്ട്. പിന്നെ ഒരു 4 കോവക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേനയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേനക്ക് ചില സമയത്ത് കുറച്ച് വേവ് അധികം ഉള്ളതുകൊണ്ട് ചേന കുറച്ച് കനം കുറഞ്ഞിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് പയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പയറോ ബീൻസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പയറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് മുരിങ്ങക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂണ് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിക്കാതെ തന്നെ ഇതാദ്യം നന്നായിട്ട് മഞ്ഞളും ഉപ്പെല്ലാം എല്ലാ കഷ്ണങ്ങളിലും ആകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഒന്ന് തിള വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാറിൽ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ അകത്തേക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ചമ്മന്തിയെല്ലാം അരക്കുന്ന മാതിരി ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ച കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ചേനയും പച്ചക്കായും മാത്രമേ കുറച്ച് വേവ് അധികമുള്ള പച്ചക്കറി ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് വെന്ത് വരുന്ന കഷ്ണങ്ങളാണ്. ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നടുക്ക് ഒന്ന് പച്ചക്കറികളെല്ലാം മാറ്റി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ച തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർത്ത ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കരുത്. ഈ തേങ്ങ ഈ പച്ചക്കറികളോ കൂടെ ചേർന്നിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് ഈ പച്ചക്കറികളിൽ ഈ തേങ്ങേൻ്റെ മേലെയായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് കൂടി പാത്രം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയെല്ലാം നല്ലോണം ചൂടായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തൈര് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് തൈരാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കഷ്ണങ്ങളൊന്നും നുറുങ്ങി പോവാതെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവിയൽ നല്ല കുഴഞ്ഞ പരുവത്തിലിരിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.